കൃഷ്ണകുമാറിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. ചേലക്കരയിൽ ഇടതു തരംഗം അല്ലെങ്കിൽ ഇടതു കാറ്റ് തന്നെ ചേലക്കരയിൽ വീശുന്നു. എന്തായാലും ഇതൊരു ട്രെൻഡായി നമുക്ക് എടുക്കാൻ കഴിയില്ല. വയനാട്ടിലെ ഒരു ട്രെൻഡായി തന്നെ സ്വീകരിക്കാം. മറ്റ് രണ്ടിടങ്ങളിലും ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ട്. ആദ്യ റൗണ്ട് എണ്ണി തീർന്നിട്ടില്ല. പാലക്കാട് ആദ്യ റൗണ്ട് എണ്ണി കഴിയില്ല. പാലക്കാട് ആദ്യ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 1116 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 1116 നമ്പർ മാറി മാറി വരുന്നുണ്ടെന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നുണ്ട്. എന്തായാലും 1116 രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയായെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ ആ നമ്പർ മാറാനുള്ള സാധ്യതയുള്ളൂ. തീർച്ചയായും ആ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു സെക്കൻഡുകളുടെയൊക്കെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ മറ്റു മുന്നണികൾക്ക് ലീഡ് എടുക്കാൻ കഴിഞ്ഞത്. ഏതായാലും പക്ഷേ കഴിഞ്ഞ തവണയൊന്നും അങ്ങനെ സംഗതിയേ ഇല്ലായിരുന്നു. ആദ്യത്തെ 10 റൗണ്ട് കഴിയുന്നത് വരെ കൃത്യമായി കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു LDF അവിടെ ഒരു മത്സരം ഇറങ്ങുന്ന ഒരു ഘട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അവിടെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിറയുന്ന നിമിഷങ്ങൾ. കഴിഞ്ഞ തവണ കൃത്യമായി ഇടതുമുന്നണിയുടെ പല വോട്ടുകളും ഷാഫി പറമ്പിലിന് അനുകൂലമായി വന്നിരുന്നു. എന്നാൽ ഇത്തവണ അതല്ല. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇടതുമുന്നണിയുടെയും CPM-ന്റെയും ബദ്ധ ശത്രുവാണ് പാലക്കാട്. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ കേഡർ വോട്ട് കൃത്യമായി ഡോക്ടർ സരിൻ അനുകൂലമായി വീഴും. അത്തരത്തിൽ വോട്ടുകൾ അനുകൂലമായി വീഴുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുമോ എന്നത് മാത്രമാണ് കണ്ടറിയാനുള്ളത്. എന്തായാലും ആദ്യ റൗണ്ട് വോട്ടുകൾ എണ്ണി തുടങ്ങി. രണ്ടാം റൗണ്ടുകൾ ആരംഭിച്ചിരിക്കുന്നു. രണ്ടാം റൗണ്ടിൽ ആർക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് പാലക്കാടൻ ജനങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു റൗണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലായിരിക്കും വരിക. 1890 UR പ്രദീപിന്റെ ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് പക്ഷേ അതേ സമാനമായ സാഹചര്യം തുടരുന്നു. 1116 വോട്ടിന് സി കൃഷ്ണകുമാർ BJP-യുടെ സ്ഥാനാർത്ഥി. ND അവിടെ പാലക്കാട് മുന്നേറ്റം ആദ്യ റൗണ്ടിൽ തുടരുന്നു. പ്രിയങ്ക ഗാന്ധി വളരെ വേഗം 32,015 വോട്ടിന് മുന്നിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എതിരാളികൾക്ക് ഒരു സാധ്യത പോലും നൽകാതെ കുതിച്ചു പായുകയാണ് മുന്നിലേക്ക്. ഒപ്പം തന്നെ UR പ്രദീപ് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. 1890 വോട്ടിന് 1116 വോട്ടിന് പാലക്കാട് സി കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും പാലക്കാട് ഇനി ഏത് ഘട്ടത്തിലായിരിക്കും അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത ഉള്ളതെന്നുള്ളതാണ് അറിയേണ്ടത്. ആദ്യത്തെ 10 റൗണ്ടുകളും കൃത്യമായും BJP സ്വാധീന മേഖല തന്നെയാണ്. അതിൽ 7ാമത്തെ റൗണ്ട് എണ്ണുന്ന ഘട്ടത്തിൽ കൃത്യമായിട്ടും കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയാണ്. അവിടെ വരെയുള്ള ഒരു ലീഡ് കുറയ്ക്കാൻ ഒരു പക്ഷേ സാധിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണത്തെ കണക്കനുസരിച്ച് ഒരു 3000-ഓളം വരുന്ന വോട്ട് ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് പിടിച്ചു കയറുകയും 3000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം BJP-യുടെ കുറയ്ക്കുകയും ചെയ്തത്. അതിനുശേഷം ആദ്യത്തെ നഗരസഭ എണ്ണിക്കഴിയുന്ന ഘട്ടത്തിൽ 6000 വോട്ടിന്റെ ഭൂരിപക്ഷം കൃത്യമായും BJP നേടിയിരുന്നു. ആ ഒരു നേട്ടം അത് പിരായൂർ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായും 6000 വോട്ടിനെ ടാലി ചെയ്തുകൊണ്ട് പിന്നീടുള്ള മെല്ലെയുള്ള മുന്നോട്ട് പോക്കാണ്. പക്ഷേ ഇത്തവണ അതിനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം വോട്ടിംഗ് പാലക്കാട് 1300-ലേക്ക് എത്തുന്നു. പാലക്കാട് 1300-ലേക്ക് എത്തുന്നു. 1300 എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് താഴേക്ക് പോകുന്ന ഒരു നില തന്നെയാണ്. ഈ ഘട്ടത്തിലൊക്കെ മികച്ച രീതിയിലുള്ള പോളിംഗ് അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു സ്വാധീനം, മികച്ച രീതിയിലുള്ള ലീഡ് അവിടെ പാലക്കാട് NDAക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1300 എന്ന നമ്പറിലേക്കാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നമ്പർ പോരാ എന്നുള്ളത് തന്നെയാണ് കൃത്യമായും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു അടിയൊഴുക്ക്, ശക്തമായിട്ടുള്ള പോരാട്ടം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും കൃത്യമായ ഒരു ത്രികോണ മത്സരം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സരിൻ കൂടി എത്തിയതോടുകൂടി കൃത്യമായി തന്നെ അവിടെ മത്സരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ UDF എപ്പോഴും പറഞ്ഞിരുന്നത് BJP-യും UDF-ഉം തമ്മിലാണ് മത്സരം എന്നാണ് UDF പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് CPM ഘട്ടത്തിൽ മാറ്റി പറയേണ്ടി വന്നു. അവസാന ഘട്ടമായപ്പോൾ മാറ്റി പറഞ്ഞു. ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക്, ആ ഒരു ബോധത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ടുള്ള. ഇനിയിപ്പോൾ അങ്ങനെ ഒരു മത്സരമുണ്ടെന്ന് UDF-ന് മനസ്സിലായെങ്കിൽ പോലും അവരതിനെ അപ്രസക്തമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാം റൗണ്ട് വോട്ടെണ്ണലും അവസാനിച്ചിരിക്കുന്നു. 1300 വോട്ടിന് സി കൃഷ്ണകുമാർ പാലക്കാട് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ആദ്യ 2 റൗണ്ടുകളിലും പാലക്കാട് BJP-യുടെ ഒരു അപ്രമാദിത്വം നമുക്ക് കാണാൻ കഴിയുന്നു. ഇനിയും റൗണ്ടുകളുണ്ട്. ഏത് തരത്തിലായിരിക്കും പാലക്കാട്ടെ ജനങ്ങൾ ഇത്തവണ വിധിയെഴുതിയത്? പക്ഷേ ചേലക്കരയിൽ 1890 വോട്ടുകൾക്ക് ഇടതുമുന്നണിയും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 34,019 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധിയും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും സുപ്രധാനമായി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പാലക്കാട്ടെ ജനവിധി ആർക്കനുകൂലമായി പാലക്കാട്ടെ ജനങ്ങൾ ഇത്തവണ വിധിയെഴുതും. അത് ഡോക്ടർ P. സരിനോ കൃഷ്ണകുമാറിനോ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പാലക്കാട്ടെ ജനങ്ങൾ വിധിയെഴുതുമോ? എന്തായാലും പാലക്കാട് ഒരു ക്ലൈമാക്സിലേക്ക് തന്നെ പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
തീർച്ചയായും അത് തന്നെയാണ്. ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയോ